നമ്മൾ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും അണ്ടർഗോ ചെയ്യുന്നത്? നോർമലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റേജസ് വരാമെന്നൊന്ന് ഇതിലൊന്ന് പറയാമോ? ട്രോമയിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഈ മാക്സിലോഫേഷ്യൽ ട്രോമ എന്ന് പറയുന്നത് മുഖവും ആയിട്ട് ബന്ധപ്പെട്ട ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ സാധാരണ നമുക്ക് ബ്ലഡ് സപ്ലൈ വളരെ കൂടുതലുള്ള ഒരു ഏരിയ ആണ് മുഖവും അതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഇഞ്ചുറി തന്നെ വളരെയധികം ബ്ലീഡിങ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർ ഒരു പാനിക്കാവും. അതുകൂടാതെ കുറച്ചുകൂടി വലിയ ഇമ്പാക്റ്റ് ഉള്ള ട്രോമകളിലൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എയർവേ മെയിൻ്റനൻസ് ആണ്. പെട്ടെന്നുള്ള ബ്ലീഡിങ് കാരണം, ബ്ലഡ് കാരണം, അല്ലെങ്കിൽ സലൈവ കാരണം, അല്ലെങ്കിൽ ഒരു പല്ലുകൾ ചിലപ്പം ഇളകി വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് ചിലപ്പോൾ നേസ് ഒബ്സ്ട്രക്ഷൻ, വായിക്കകത്തേക്കുള്ള എയർവേ ഒബ്സ്ട്രക്ഷൻ സംഭവിക്കാം. സിവിയർ ബ്ലീഡിങ് വരുമ്പോൾ മൂക്ക് ഒബ്സ്ട്രക്ഷൻ സംഭവിക്കാം, മൂക്കിലേക്കുള്ള എയർവേ ഒബ്സ്ട്രക്ഷൻ സംഭവിക്കാം. ഇത് കൂടാതെ തന്നെ ചില ഫ്രാക്ചേഴ്സ് തന്നെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ചിൻ ഏരിയയിൽ സിംഫൈസിസ് എന്നാണ് അതിന് പറയുക. ഈ സിംഫൈസിൽ ഫ്രാക്ചർ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ താടിയെല്ല് ചിലപ്പോൾ ഉള്ളിലേക്ക് വലിയുകയും ഈ ടങ് അകത്തേക്ക് ഒരു ബാക്ക്വേർഡ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കാം. അതുകൂടാതെ തന്നെ ഫ്രാക്ചർ മേളത്തെ മാക്സിലറി ഫ്രാക്ചറിലും ഫ്രാക്ചർ ഏരിയ അകത്തേക്ക് പോയിട്ട് അത് ഇമ്പാക്ട് ചെയ്ത് ഈ നമുക്ക് ഒബ്സ്ട്രക്ഷൻസ് സംഭവിക്കാം. അപ്പം എയർവേ മെയിൻ്റനൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ബ്ലീഡിങ് കൺട്രോള്, കാരണം നല്ലപോലെ ബ്ലഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കതൊരു ഹൈപ്പോവോളിമിക് ഷോക്കിലേക്കും വരാം. ബേസിക്കലി നമ്മുടെ എല്ലാ ട്രോമകളും, മാക്സിലോഫേഷ്യൽ ട്രോമ മാത്രമല്ല, ഏത് ട്രോമയാണെങ്കിലും എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ, ഇത് മൂന്നുമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്.